നമുക്ക് വേഗത്തിലൊരു അമരത്തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ലേശം സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച അമര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് അമര ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടിയവർ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായി ഇളക്കിയ ശേഷം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിലത്തെ വെള്ളത്തിൽ തന്നെ അത് വെന്തോളൂ കേട്ടോ. അതിന് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ അമര വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അമര റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഉണ്ടാക്കുക, സിമ്പിളായിട്ട് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.